മടങ്ങിയെത്താം ശ്രീ എം ജയേന്ദ്രൻ. ഇപ്പോൾ ഈ തികഞ്ഞ ആത്മവിശ്വാസമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾക്കിടയിലും ചെന്നിത്തലയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന മറ്റു തരം പ്രതികരണങ്ങൾ, വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, അത് CPM-നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. ഇത് കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ അതൊന്നുകൂടി വലുതാകും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒന്നുകൂടി ഇനി ശക്തമായി പുറത്തേക്ക് വരും. ലീഗിൽ തന്നെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു അൻവറിന്റെ വിഷയത്തിൽ എന്നുള്ളതൊക്കെ തന്നെയും LDF-നെ സംബന്ധിച്ചും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഇതിപ്പോ UDF-ൽ അല്ല LDF-ലെ കക്ഷിമാറ്റത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞല്ലോ. ഞാൻ UDF-ലെ മാത്രം ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പൊടിവാറ പറഞ്ഞിട്ടാണല്ലോ പോയത്. അതടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു, ഞാൻ അതിലേക്ക് വരുന്നില്ല. ലീഗിലാണെങ്കിൽ ET, ഡോക്ടർ MK മുനീർ, KM ഷാജി തുടങ്ങിയ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്, കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഒക്കെ അടങ്ങുന്ന വേറൊരു ഗ്രൂപ്പ്, ഇവരെയൊക്കെ പൊതിഞ്ഞു പിടിച്ച് മുകളിൽ നിൽക്കുന്ന തങ്ങൾ, അവരുടെ ഒരു സംവിധാനം. ഇപ്പുറത്ത് P. ജോസഫിന്റെ മകന് സ്റ്റേറ്റ് കോർഡിനേറ്റർ സ്ഥാനം കൊടുത്തതിന്റെ പേരിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. അത് എതിർഭാഗത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മോൻസ് ജോസഫാണ്. അത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. അപ്പൊ ഈ അത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടില്ല. പിന്നെ CPI-യുടെ കാര്യം പറഞ്ഞല്ലോ. CPI 1978 ഏപ്രിലിൽ പഞ്ചാബിലെ ഭട്ടിൻഡയിൽ ചേർന്ന ഭട്ടിൻഡ കോൺഗ്രസിലാണ് 5 ദിവസം ചർച്ച ചെയ്ത് കോൺഗ്രസുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്. ആ പാർട്ടിയെ ഇങ്ങോട്ട് വിളിച്ച ഉടനെ, ഇവിടെ അടൂർ പ്രകാശ് കൈകാട്ടി വിളിച്ച ഉടനെ പോരാൻ കഴിയുന്ന സംവിധാനമാണോ അത്? ഒരു മറ്റൊരു പാർട്ടി കോൺഗ്രസിന് ആ തീരുമാനം ചർച്ച ചെയ്യേണ്ട അധികാരം പോലും ഉള്ളൂ. അത് ആ പാർട്ടിയുടെ ഘടനയെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല അടൂർ പ്രകാശ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. CPI വരില്ല എന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യമാണ്. സംശയം അവിടെ കിടക്കട്ടെ. അല്ലല്ല, ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. അതൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് സ്മൃതി. അത് സംശയം അവിടെ കടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇത് വേറെ ട്രിക്ക് വേറെ അല്ലേ. ഇപ്പം അൻവറിന്റെ കാര്യത്തിൽ ഞാൻ പൊടിവാറ പറഞ്ഞിടത്ത് തന്നെ ഞാനും നിൽക്കുന്നത്. ഈ 20,000 വോട്ട് പിടിച്ചതൊന്നും വലിയ മഹാകാര്യമേ അല്ല. അത് ഒരു കൺസിഡറബിൾ നമ്പർ ആണെന്ന് പോലും പറയാൻ കഴിയില്ല. അത് വെച്ചുകൊണ്ടൊന്നും എനിക്ക് ഇത്രയും വോട്ടുണ്ട് അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, അൻവറിന്റെ 10,000 വോട്ട് പോയിട്ടുണ്ട്, CPM-ന്റെ വോട്ട് പോയിട്ടുണ്ട്, 10,000 വോട്ട് പോയിട്ടുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പോയിട്ടുള്ളത് CPM-ന്റെ അല്ല, അത് UDF-ന്റെ മാത്രവുമല്ല കേട്ടോ. അതുകൊണ്ട് പക്ഷേ 10,000 വോട്ടാണ് CPM-ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഈ 20,000 വോട്ടെന്ന വലിയ കാര്യമല്ല. അതിൽ സതീശന്റെ സ്റ്റാൻഡ് ക്ലിയർ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് മറ്റു പല വ്യക്തിപരമായ വിമർശനങ്ങൾ അടക്കമുള്ള ഘടകങ്ങളുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് UDF-ന്റെ ചെയർമാനാണ്. UDF-ന്റെ ചെയർമാൻ ആ നിലയ്ക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ആ സൗകര്യം ഉപയോഗിച്ച് തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിച്ചു. നമുക്ക് തെറ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷേ അൻവർ ഈ വിലപേശുന്നത്, അൻവറിനെ ഒരിക്കലും ലീഗിനൊന്നും ഉൾക്കൊള്ളാനേ കഴിയില്ല. CPM-ന് ഇത്രയും സ്വന്തം MLA-മാരെ അനുസരിപ്പിക്കാൻ നേതൃശേഷിയുള്ള സംവിധാനമാണല്ലോ CPM ശക്തമായിട്ടുള്ളത്. അതാണല്ലോ അവരൊരു പ്ലസ് പോയിന്റ്. അതിന്റെ പകുതിയുടെ പകുതി ശേഷിയില്ല UDF-ൽ MLA-മാരെ അനുസരിപ്പിക്കാൻ. അപ്പോഴാണോ ഈ അൻവറെ പോലൊരാൾക്ക് ലീഗിന്റെ ബർത്ത് കൊടുക്കാൻ കഴിയില്ല. അവർക്ക് തിരുവമ്പാടിയൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ബേപ്പൂര് മത്സരിക്കും, ഇതൊക്കെ പറഞ്ഞ് വിരട്ടാനേ കഴിയൂ സ്മൃതി. അതൊന്നും അൻവറിന് കഴിയില്ല. അൻവറിന് അവസാനം ഏതെങ്കിലും ഇപ്പം തൃണമൂൽ കോൺഗ്രസ് 2021 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിക്കുമെന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ദേശീയ പാർട്ടി പദവി ഇല്ല TMC-ക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.